നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യം പല അവഗണനകളും കുറ്റപ്പെടുത്തലുകളും സഹിച്ച് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തെ അല്ലെങ്കിൽ ആഗ്രഹത്തെ വേണ്ടെന്ന് വെക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിന്നൊരു അവാർഡ് വാങ്ങിക്കാൻ പോണതാണ് കേട്ടോ. എന്ത് അവാർഡെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? എനിക്കല്ല കേട്ടോ അവാർഡ്, എൻ്റെ ഉമ്മയ്ക്കാണ്. ഈ വർഷത്തെ വനിതാ കർഷകശ്രീ അവാർഡാണ് എൻ്റെ ഉമ്മയ്ക്ക് കിട്ടാൻ പോണത്. ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ് എൻ്റെ ഉമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് പശുവിൻ്റെയും ആടിനെയും ഒക്കെ ഇങ്ങനെ വളർത്തുന്നത്. എൻ്റെ വാപ്പച്ചി എനിക്ക് ഒരു 9 വയസ്സുള്ളപ്പോഴൊക്കെ തൊട്ട് ഗൾഫിൽ പോയതാട്ടോ. അന്നു മുതലേ ഞങ്ങളെ ഉമ്മയാണ് നോക്കണത്. ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാണുന്ന നിലയിലെത്തിയത്. ഉമ്മച്ചിയുടെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു അംഗീകാരമായിട്ട് തന്നെ നമുക്ക് ഈ അവാർഡിനെ കാണാൻ പറ്റും. അപ്പോൾ ചെങ്ങമനാട് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫംഗ്ഷൻ. MLA അൻവർ സാദത്താണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്നത്തെ കാലത്ത് കൃഷിയൊക്കെ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത ജനറേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും വൈറ്റ് കോളർ ജോബേഴ്സിനോടാണ് താല്പര്യം. ഇപ്പം സപ്പോസ് ഒരു കുട്ടി വലുതായി നിങ്ങൾക്ക് ആരാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ ഒരു കൃഷിക്കാരനാകണമെന്ന് മറുപടി പറയാൻ ഒരു സാധ്യതയുമില്ല. ഇപ്പോഴത്തെ മിക്ക പാരൻസും കുട്ടികളെ നല്ല ക്ലീനാക്കി വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ പാരൻസിനോടാണ് കുട്ടികൾ മണ്ണായിട്ടുള്ളൊരു ബന്ധം മനസ്സിലാക്കാൻ ഇടയ്ക്കൊക്കെ നിങ്ങൾ മണ്ണിൽ കുട്ടികളെ കളിക്കാൻ അനുവദിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. ഉമ്മീനെ പൊന്നാടൊക്കെ അണിയിച്ചു, ഒരു ട്രോഫിയൊക്കെ കിട്ടി, പിന്നെ ഒരു ക്യാഷ് അവാർഡൊക്കെ കിട്ടിയിട്ടോ ഉമ്മയ്ക്ക്. ഉമ്മ എന്തായാലും നല്ല ഹാപ്പിയായി. പിന്നെ എല്ലാവരും ഒരുമിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. സെയ്ക്കും അസ്ലാൻ ഇങ്ങനെ ഓടിയൊക്കെ നടക്കണോണ്ട് ഒരു സെക്കൻഡ് പോലും എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഓക്കെ, ഇന്നിപ്പോൾ എത്ര ഉള്ളൂ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.